ശോഭാ സുരേന്ദ്രനെതിരെ ഇ.പി. ജയരാജന്റെ മാനനഷ്ട കേസ് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നാണ് കേസ്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷം ചേരുന്നു. സന്തോഷ്, നേരത്തെ പുകഞ്ഞുടങ്ങിയതാണ്. ബ്രോക്കർ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായി ചേർന്നുകൊണ്ടുള്ള പല വിധത്തിലുമുള്ള വിവാദ പ്രസ്താവനകൾ ഇ.പി. ജയരാജനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ എന്തൊക്കെയാണ് ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ നൽകാനാകുന്ന വിവരങ്ങൾ? അജിംഷാദ് ബി.ജെ.പി. നേതാവായ ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി ഇ.പി. ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ബി.ജെ.പിയിൽ ചേരാൻ ഇ.പി. ജയരാജൻ ചർച്ച നടത്തി. താനുമായി ഇക്കാര്യം സംസാരിച്ചു, ചർച്ചകൾ നടത്തി. ഇ.പി. ജയരാജന്റെ മകന്റെ ഫോണിൽ നിന്നാണ് ബന്ധപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപണങ്ങളായി ഉന്നയിച്ചത്. അത് വാർത്താ സമ്മേളനം നടത്തി ഈ ആരോപണം ഉന്നയിക്കുകയും മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഇതിനെതിരെ ആ ഘട്ടത്തിൽ തന്നെ നിയമ നടപടി സ്വീകരിക്കും എന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്റെ ഈ അപകീർത്തിപ്പെടുത്തി, വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് താൻ ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിലുള്ള പ്രതിച്ഛായ അത് നഷ്ടപ്പെടുത്തും വിധമാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് ഇ.പി. ജയരാജൻ ഈ പരാതിയിൽ ഈ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ CPIM-ന്റെ നേതാവ് എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രി എന്നുള്ള രീതിയിലുമെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു നല്ല പ്രതിച്ഛായ സൃഷ്ടിച്ച് ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാതൊരു കഴമ്പുമില്ലാത്ത വ്യാജ ആരോപണങ്ങളിലൂടെ ഈ ഒരു രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ കോടതിയിൽ, കണ്ണൂരിലെ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അജിംഷ.